Good afternoon. Okay, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Yes, ഇതൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയിരുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? എല്ലാ ദിവസവും എടുക്കുന്ന പോർഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് ഒന്നും പ്രശ്നമില്ലല്ലോ? നിങ്ങൾക്ക് തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്സിൽ കണ്ടിട്ട് കേട്ടിട്ട്? യെസ്, ഓക്കെ, കുഴപ്പമില്ല, ചെയ്യുന്നുണ്ട്. ഓക്കെ, സൗണ്ട് കുറവാണോ? ഫാനിന്റെ പ്രശ്നം ഓക്കെ ആണോ? ഞാൻ ജസ്റ്റ് ഫാൻ ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? നോക്കിയേ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ആ ഫാനിന്റെ സൗണ്ട് കൂടി കിടന്നിട്ടാണ്, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതായത് മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ? ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? എത്ര പോയിന്റ് നമ്മൾ കഴിഞ്ഞു? 20 പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ? എവിടെ വരെയാണ് നമ്മൾ യെസ്, നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഡീൽസ് വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട്കമിങ് പോസ്റ്റ്, അവിടെ വരെയല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇൻകമിങ് ഔട്ട് ഗോയിങ് പോസ്റ്റ് ഡീൽ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കിയേ 21. 21ാമത്തെ പോയിന്റ് ആണ് കേട്ടോ ഇനി പറയുന്നത്. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. അതായത് ഈ റിസപ്ഷനിസ്റ്റിന് അസൈൻ ചെയ്തിട്ടുള്ള, നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക. പേഷ്യൻസിനെ വെൽക്കം ചെയ്യുക, ഫോൺ കോൾസ് ആൻസർ ചെയ്യുക, ഇങ്ങനെയുള്ള അവരുടെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് അവർക്ക് നിയോഗിച്ചിട്ടുള്ളത് കേട്ടോ, അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള അവരിലുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുക.
Next, look at maintain stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing orders and monitor office equipments. Maintain ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിലനിർത്തുക. സ്റ്റോക്ക് ഓഫ് ഫോംസ്, അവിടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോമുകളില്ലേ അതിന്റെ സ്റ്റോക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. മെഡിക്കൽ ഓഫീസ് സപ്ലൈകൾ കീപ്പ് ചെയ്യുക. അഡിക്വേറ്റ്ലി എന്ന് വെച്ചാൽ മതിയായ ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്യുക. ഇൻവെന്ററി നീഡ്സ്, സ്റ്റോക്കിന്റെ നീഡ്സ്, പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കിന്റെ നീഡ്സ് അതൊക്കെ എന്താണ് കീപ്പ് ചെയ്യുക. ഓർഡറുകൾ ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ളത് അതിന്റെയൊക്കെ ഓർഡറുകൾ പ്ലേസിംഗ് ഓർഡേഴ്സ് സ്ഥാപിക്കുക, ഓർഡർ കൊടുക്കുക. ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്, ഓഫീസിലെ എക്യുപ്മെന്റ്സ് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇതെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ തന്നെയാണ് കേട്ടോ. സ്റ്റോക്ക് ഓഫ് ഫോംസ് മെയിൻറ്റെയിൻ ചെയ്യുക. മെഡിക്കൽ ഓഫീസ് സപ്ലൈസുകൾ അതിന്റെ സ്റ്റോക്ക് അത് കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ്. ആവശ്യത്തിനുള്ള സ്റ്റോക്കുകൾ, പ്രതീക്ഷിക്കുന്ന സ്റ്റോക്കുകൾ അത് കീപ്പ് ചെയ്യുക. ഓർഡറുകൾ സ്ഥാപിക്കുക. ഓഫീസ് എക്യുപ്മെന്റ്സുകൾ മോണിറ്റർ ചെയ്യുക. Then next point നോക്കി, ensure that reception area is well maintained, neat and clean. അടുത്ത എന്താ, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉറപ്പുവരുത്തുക. റിസപ്ഷൻ ഏരിയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നീറ്റ് ആണ്, ക്ലീൻ ആണ് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റ് തന്നെയാണ്. Ensure that reception area is well maintained, neat and clean. Reception area നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നീറ്റ് ആണ്, ക്ലീൻ ആണ് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റ് ആണ്. Then last point നോക്കിയേ, സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി. സേഫ് ഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സംരക്ഷിക്കുക. സേഫ് ഗാർഡ് സംരക്ഷിക്കുക. സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി, പേഷ്യൻസിന്റെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, രഹസ്യാത്മകത. പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻസിന്റെ പ്രൈവസിയും സ്വകാര്യതയും രഹസ്യാത്മകത അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻസിന്റെ രഹസ്യാത്മകത. അതായത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ് ആൻഡ് ബൈ നോട്ട് ലിവിംഗ് PHI in plain sight. PHI എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്നാണ്. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, അതിന് മുന്നേ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ സെക്യൂർ ആണ്, സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഇപ്പൊ സിസ്റ്റത്തിലാണല്ലോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണ് പേഷ്യൻസിന്റെ ഡേറ്റാസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അതെന്താണ്, അത് ലോഗ് ഓഫ് ചെയ്യാം, പ്രോപ്പറായിട്ട് സൈൻ ഔട്ട് ചെയ്തിട്ട് അത് എന്താ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ വെക്കാം. ഉണ്ടോ, അത് ഒരു പ്ലെയിൻ സൈറ്റിൽ വെക്കാതെ ലോഗ് ഓഫ് ചെയ്യുക കമ്പ്യൂട്ടർ. ആൻഡ് ലോഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് അൺഅറ്റൻഡഡ്. അതാണ് നമുക്ക് അത് അതിന്റെ ആ യൂസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി വെക്കാതെ അതെന്ത് ചെയ്യുക, ലോഗ് ഓഫ് ചെയ്ത് പ്രൊട്ടക്ട് ആക്കി വെക്കുക. നമ്മളിപ്പോ ഓരോ സൈറ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ആ സൈറ്റിലൊക്കെ കയറി എന്തെങ്കിലും സെർച്ച് ചെയ്താൽ അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി പോവാണോ, അത് നമ്മൾ എന്താണ്, അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കൂലേ, ലോഗ് ഓഫ് ചെയ്തിട്ടൊക്കെയല്ലേ ഇറങ്ങി പോരുന്ന അതിന്ന്, ഇത് ഓപ്പൺ ആക്കി വെക്കില്ല അല്ലെ. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മളുടെ പുറകെ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID അതൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അവർക്ക് അതിൽ കൂടെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇതൊക്കെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, അത് സെക്യൂർ ആക്കി തന്നെ വെക്കണം. പേഷ്യൻസിന്റെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക. ലാസ്റ്റ് പോയിന്റ് അത്രയൊന്ന് നോട്ട് ചെയ്താലും മതി കേട്ടോ. സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത്രയും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അവിടെ PHI എന്നുള്ളതില്ലേ, അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് നോട്ട് ചെയ്യണം, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഇനി അടുത്തത് സ്കിൽസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു റിസപ്ഷനിസ്റ്റിന് വേണ്ട കഴിവുകള്, സ്കിൽസ് എന്തൊക്കെയാണ് നമുക്ക്. ടെലിഫോൺ എറ്റിക്വിറ്റി, എറ്റിക്വിറ്റി എന്ന് വെച്ചാൽ മര്യാദകള്. ഫോൺ മാനേഴ്സ്, അത് ആ ഒരു ഫോൺ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ വേണം. കസ്റ്റമർ സർവീസ്, നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം.
ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, വേർഡ് എക്സൽ അതൊക്കെ ബേസിക് ആയിട്ടുള്ളത് അത് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ഡാറ്റ സെന്റർ ചെയ്യാനും ഇതൊക്കെ പറ്റുള്ളൂ. വേർഡും എക്സലൊക്കെ ബേസിക് ആയിട്ടുള്ളത് പറയണം. എല്ലാവർക്കും തന്നെ അറിയാലേ കമ്പ്യൂട്ടറിന്റെ ബേസിക്. നിങ്ങൾക്ക് അവിടെ 4th മൊഡ്യൂളില് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. അവിടെ വേർഡ്, എക്സലും പവർ പോയിന്റ് ഇത് 3ഉം പഠിക്കാനുണ്ട്. അവിടെ ഹോസ്പിറ്റലിന്റെ ആപ്ലിക്കേഷനും പഠിക്കാനുണ്ട് കേട്ടോ. അവിടെ ആ ഒരു ചാപ്റ്ററിൽ അവിടെ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ 4th മൊഡ്യൂളിൽ നിങ്ങൾ അവിടെ പഠിക്കും. ഓക്കെ, അതിനകത്തുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള വേർഡ്, എക്സൽ പ്രോഗ്രാംസുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് മൾട്ടി ടാസ്കിങ്, ഒന്നിലധികം ടാസ്കുകൾ അതിനൊക്കെ കൈകാര്യം ചെയ്യാനും, ഓർഗനൈസേഷൻ എല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാൻ, ഷെഡ്യൂളിങ് എല്ലാവരും ഷെഡ്യൂൾ ചെയ്യാനും ഇങ്ങനെയൊക്കെ ഉള്ള കഴിവുകൾ വേണം. അതൊന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സ്കിൽസ് ആണ് ടെലിഫോൺ എക്സിക്യൂട്ടീവ്സ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ് എന്നിങ്ങനെയുള്ള കഴിവുകളൊക്കെ വേണം. പിന്നെ അവിടെ കുറച്ച് ഓരോന്ന് തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എങ്ങനെയാ വരുന്നത്? ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി, ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ഫലപ്രദമായിട്ട് കേൾക്കാനായിട്ടുള്ള കഴിവ്. ആൻഡ് എക്സ്പ്രസ് വൺ സെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ, വ്യക്തമായ രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ, ഇപ്പൊ നമ്മുടെ ഐഡിയാസ് കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനും, ആർട്ടിക്കുലേറ്റ് മാനർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ രീതിയിൽ ഒരു എന്താണ് പ്രകടിപ്പിക്കാനും നമുക്ക് പറ്റണം എന്ന്. എക്സ്പ്രസ് വൺ സെൽഫ് ഇൻ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ, ക്ലിയർ ആയിട്ട് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ ഫലപ്രദമായിട്ട് കേൾക്കാനുള്ള കഴിവ് വേണം. അതന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. കമ്മ്യൂണിക്കേഷൻ എന്താ? നമ്മൾ കേൾക്കുക, നമ്മൾ പറയുക, ഇത് രണ്ടിനുമുള്ള കഴിവ് വേണം. ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏബിൾ ടു കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ് ആയിട്ട് കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക പേഷ്യൻസിന്റെ ഡാറ്റാസ്. അതാണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നോക്കിയേ, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, പ്ലാൻ ചെയ്യുക, അത് സംഘടിപ്പിക്കുക. ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾഡ് ടാസ്ക്സ് ആൻഡ് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അതെങ്ങനെയാ? പ്രയോറിറ്റൈസ്, മുൻഗണനാക്രമത്തില് അവിടുത്തെ ഷെഡ്യൂള് ടാസ്കുകള്, പ്രവർത്തനങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുക? അതിന് മുൻഗണന കൊടുത്തിട്ട് തന്നെ അത് ചെയ്യാനുള്ള കഴിവ് വേണം. പ്ലാനിങ്, ഓർഗനൈസിങ്, കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് വേണം. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽസിലേക്കുള്ള ശ്രദ്ധ, അറ്റൻഷൻ. ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്, ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയയിലും ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഒരു നല്ലൊരു കൃത്യമായിട്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള വർക്ക് നിർമ്മിക്കാൻ പറ്റും. Able to produce accurate and high quality work, നല്ല കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? എല്ലാ ഏരിയാസും ഉൾപ്പെടും. ത്രൂ കൺസേൺ, എല്ലാത്തിനെയും, ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്, എല്ലാ ഏരിയയിലെയും കൺസേൺ ചില ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ഏരിയയിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമർ സർവീസ് സ്കില്ല് എന്ന് വെച്ചാൽ എന്താ? ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി നേടിയെടുക്കുന്നതിന് ഫോക്കസ് ചെയ്തോണ്ട് നമ്മൾ എന്തെങ്കിലും സർവീസ് ചെയ്താൽ പോരാ, ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ല ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണമെന്നാ. ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് എങ്ങനെയാ നമുക്ക് എന്താ പറയാ, എങ്ങനെയാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യുന്നത്? കസ്റ്റമറിന്റെ സംതൃപ്തിയിലൂടെ, അല്ലെ? അവരെന്തെങ്കിലും സർവീസ് ചെയ്ത് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെ, സംതൃപ്തരല്ലെങ്കിൽ നമുക്കത് കാര്യമില്ല. ഒരു നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇല്ല അവിടെ. നല്ലൊരു കസ്റ്റമർ സർവീസ് റിലേഷൻഷിപ്പ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. അതിനുള്ള കഴിവ് വേണം. അതിന് എന്തിനു നമ്മൾ ഫോക്കസ് ചെയ്യണം? ഇങ്ങനെ കസ്റ്റമറിന്റെ സംതൃപ്തി നേടിയെടുക്കുന്നതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ ആവണ്ടോ പറയുന്നത്? ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അഡാപ്റ്റബിലിറ്റി ആണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പൊരുത്തപ്പെടുക.
എല്ലാത്തിനോടും അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, പൊരുത്തപ്പെടാൻ പറ്റണം. Able to adjust approaches to meet challenging demands and the situation that includes in dealing with the diverse peoples. അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ളവരാ, അല്ലെ, പല വൈവിധ്യമുള്ള ആളുകളാണ്. അവരൊക്കെ ഉൾപ്പെടുന്ന പല സിറ്റുവേഷൻസ്, മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങള്, ഇങ്ങനെയുള്ള സമീപനങ്ങള്, ഇതിനോടൊക്കെ ചെയ്യാനാ, അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അതാണ് അഡാപ്റ്റബിലിറ്റി. Able to adjust approach to meet challenging demands. മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അത് മീറ്റ് ചെയ്യുന്നതിന് ആ സമീപനങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത. Able to maintain confidentiality. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, രഹസ്യാത്മകത മെയിൻറ്റെയിൻ ചെയ്യണം. അഡ്ഹിയർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക. അഡ്ഹിയർ, ADHERE, പാലിക്കുക. ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്കിൽസിൽ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ആ മെയിൻ ആയിട്ടുള്ളത് നോക്കുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, attention to detail, customer service skills, adaptability, confidentiality, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ വേണം. ഇനി മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസ് എന്താണ് അവർക്ക് വേണ്ടത്? ടെലിഫോൺ എറ്റിക്യൂട്ടീസ്, ടെലിഫോൺ മര്യാദകള് അത് കൃത്യമായിട്ട് പാലിക്കണം. When a patient call in, the way in which the front desk personnel handle that telephone calls determine how the facility is perceived. Perceived ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്താണ്, പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. PERSONAL, പേഴ്സണൽ സ്റ്റാഫ്. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ അപ്പോ ആ ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ്, ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന സ്റ്റാഫ് എങ്ങനെയാണ് ആ കോള് ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് നിർണ്ണയിക്കുന്നത്. ഇങ്ങനത്തെ സർവീസ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, നമ്മുടെ സംസാരം പോലെ ഇരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യന്റിന് പിടിച്ചു നിർത്തുന്ന ആർക്കുടെ കഴിവാ? ആ റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു സംസാരം, അവരെങ്ങനെയാണ് ആ ടെലിഫോൺ കോള് ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് നിർണ്ണയിക്കുന്നത്. ഹൗ ദ ഫെസിലിറ്റീസ് പെർസീവ്ഡ്. ആ ഫെസിലിറ്റി, അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് അയാളിൽ നിന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവര് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ വരുന്നത്, അല്ലേ? അപ്പൊ ആ ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന സ്റ്റാഫ് എങ്ങനെയാണ് ആ ടെലിഫോൺ കോള് കൈകാര്യം ചെയ്യുന്നത്, അതാണ് ആ പേഷ്യന്റ് മനസ്സിലാക്കുന്നത് എങ്ങനത്തെ ഫെസിലിറ്റി ആണ് എന്ന് നിർണ്ണയിക്കുന്നത്. The medical office receptionist must be a good listener. ഒന്ന് അണ്ടർലൈൻ ചെയ്ത കേട്ടോ. ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് എങ്ങനെയായിരിക്കണം? നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു ശ്രോതാവായിരിക്കണം. And maintain confidentiality. മെയിൻറ്റെയിൻ ചെയ്യണം രഹസ്യാത്മകത. നമ്മൾ ഈ കാര്യങ്ങളൊന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് പാടില്ല. പേഷ്യൻസ് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു കോൺഫിഡൻഷ്യാലിറ്റി വേണം, അല്ലെ? ആ കോൺഫിഡൻഷ്യാലിറ്റി അതിന്റെ ഒപ്പം മെയിൻറ്റെയിൻ ചെയ്യണം. Beside having good phone manner. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ വീണ്ടും ഫോക്കസ് ചെയ്തേക്കുന്നതാണ്. ഒരു മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് നല്ല ലിസണർ ആയിരിക്കണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ഫോൺ മാനറും കൂടി വേണം. അതിനൊപ്പം തന്നെ എന്തും കൂടി വേണം? നല്ല ഫോൺ മാനറും കൂടി വേണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. Good listener, maintain confidentiality and having good ഫോൺ മാനർ. നല്ല ഫോൺ മാനർ വേണം. എന്നുവെച്ചാൽ നമ്മൾ ആ ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് ബേസ് ചെയ്തിട്ടാണ് ആ പേഷ്യന്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അല്ലെ? എങ്ങനത്തെ ഫെസിലിറ്റി ആണ് നമുക്ക് ഇവിടെ ഉള്ളത്, എങ്ങനെയാണ് നമ്മളുള്ളത് അവരിൽ നിന്നാണ് അറിയുന്നത്. ആ റിസപ്ഷൻ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫിൽ നിന്നാണ് അറിയുന്നത്. അപ്പൊ ഫോൺ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും വേണം അവിടെ. ഇനി നമുക്ക് അവർ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒന്ന് നോക്കിക്കോണം കേട്ടോ. ആ ടേബിൾ ഒന്ന്. അപ്പോ റിസപ്ഷനിസ്റ്റ്, ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ സ്റ്റാഫ് റിസപ്ഷനിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാ? ഡൂസ് ആൻഡ് ഡോൺസ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. എങ്ങനെ വേണം സംസാരിക്കാൻ? ചിരിച്ച് സന്തോഷത്തോടു കൂടി വേണം സംസാരിക്കാൻ. ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെയാ? സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്.
ചിരിച്ച് സന്തോഷത്തോടുകൂടി സംസാരിക്കണം. സ്പീക്ക് ക്ലിയർലി, വ്യക്തമായിട്ട് സംസാരിക്കണം. അല്ലെ, പറയുന്ന കാര്യങ്ങൾ ആളുകൊള്ളാന്നാവരുത്, അത് ക്ലിയർ ആവണം, കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാക്കണം, വ്യക്തമായിട്ട് സംസാരിക്കണം. മേക്ക് ദം വെൽക്കം, എന്താണ്, അവരെ വെൽക്കം ചെയ്യുക, വെൽക്കം ചെയ്യുക. ഇത് അവർ ചെയ്യുന്ന കാര്യം. ഇനി ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാന്ന് നോക്കിയ ഡോൺസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഡിസ്ട്രാക്ട്, ശ്രദ്ധ മാറ്റരുത്. എന്താണ് ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ശ്രദ്ധ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ശ്രദ്ധയൊന്നും മാറ്റരുത്. ഷൗട്ട് ഓർ വിസ്പർ, ഷൗട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉച്ച വയ്ക്കുക അല്ലെ, ഉച്ചത്തില് ദേഷ്യപ്പെട്ട് നമ്മൾ ഭയങ്കര സൗണ്ടില് സംസാരിക്കാൻ പാടുണ്ട്. ഓർ വിസ്പർ, വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ, വിസ്പർ മുറുമുറുക്കുക, നമ്മൾ പതുക്കെ പറയൂലേ അല്ലെ, പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് എന്താന്നോ ഇല്ലേ, നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മുറുമുറുക്കാറില്ലേ പിള്ളേര് അടുത്തിരിക്കണവരൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ദേഷ്യം വരുമ്പോ ഒന്ന് മുറുമുറുക്കും. എല്ലാരും ചെയ്യാറില്ലേ, വിസ്പർ ചെയ്യുക, മുറുമുറുക്കുക, പതുക്കെ സൗണ്ട് കുറച്ച് നമ്മള് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല, പെറുക്കാനൊന്നും പാടില്ല. ഹോൾഡ് ഫോർ ടു ലോങ്, അതായത് ഞാനേ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ആളുകളിലെ ഒരുപാട് നേരം ഇരുത്താൻ പാടില്ല. പെട്ടെന്ന് പെട്ടെന്ന് ഷെഡ്യൂളുകളൊക്കെ ആക്കി അവർക്ക് വേഗം ഫാസ്റ്റ് ആക്കി കൊടുക്കണം കാര്യങ്ങൾ കേട്ടോ. ഹോൾഡ് ഫോർ ടു ലോങ്, ഒരുപാട് നേരം നിർത്താൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്യരുതാത്തതാ. ഡിസ്ട്രാക്ട്, ഷൗട്ട് ഓർ വിസ്പർ, ഹോൾഡ് ഫോർ ടു ലോങ്, ദീർഘനേരം അവരെ ഇരുത്താൻ പാടില്ല, ഒച്ച വെക്കാനോ മുറുമുറുക്കാനോ പാടില്ല, അവരുടെ ശ്രദ്ധ മാറ്റരുത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. ആ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ ടെലിഫോൺ എറ്റിക്വിറ്റിയിൽ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ, അത് നോട്ട് ചെയ്യണം. പിന്നെ ആ ടേബിളും നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഒരു റിസപ്ഷനിസ്റ്റ് എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നത് ഏത്, ചെയ്യാൻ പാടില്ലാത്തത് ഏത്, അത് രണ്ടും കൂടി കഴിഞ്ഞ ആ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 6ാമത്തെ ചാപ്റ്ററിലേക്കാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഫ്രണ്ട് ഓഫീസ് എടുത്തത്. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലല്ലേ ഫ്രണ്ട് ഓഫീസ്. അപ്പൊ അത് പഠിച്ചിട്ട് അടുത്തടുത്ത സെക്ഷനിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ പോലെ തന്നെ ഫ്രണ്ട് ഓഫീസിന്റെ ഒരു സെക്ഷൻ ആയിട്ട് വരുന്നതാണ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ OPയിൽ പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു പോന്നിട്ടില്ലേ, OPDയില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് 6ാമത്തെ ചാപ്റ്റർ കേട്ടോ. നിങ്ങൾ ആ പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തെടുത്തു, അപ്പൊ അവര് വേഗം എടുത്തോളൂ കിട്ടാത്ത പിള്ളേര്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാന്ന്, 23 ആണ് കേട്ടോ, പേജ് നമ്പർ 23. ഫസ്റ്റ് മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. പേര് പോലെ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം. അപ്പൊ OPD എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എക്സ്പാൻഡഡ് ഫോം അവിടെ കിടക്കണ്ട കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എല്ലാവരും റെഡി ആയോ? സമയം നമുക്ക് കളയാനില്ല ഒട്ടും. ഓക്കെ, എടുത്തു. ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിൽ ചെന്നു, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. റിസപ്ഷനിസ്റ്റ് എങ്ങനെയായിരിക്കണം, റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങൾ, പല ഡെസ്കുകൾ, ഇതെല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന OPD ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. OPD മീൻസ്, OPD എന്താ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കും. OPD മീൻസ് ഡാഷ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് എക്സ്പാൻഡ് ചെയ്താൽ മതി. When the patients come to the hospital to consult their health issues with the doctor to start the treatment. അല്ലെ, നമ്മൾ എന്താ ചെയ്യുക, OPയിൽ ചെന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ അല്ലെ, ഡോക്ടറിനെ കാണാനല്ലേ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഡോക്ടറിനോട് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അവിടെ അങ്ങനെയല്ലേ ചെയ്യണത്, നമ്മള് രജിസ്റ്റർ ചെയ്ത് ഇതെടുത്തു, നമ്മൾ നമ്മുടെ നമ്പർ ആവണവരെ വെയിറ്റ് ചെയ്തു, OPയിൽ ഡോക്ടറെ കണ്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിച്ച് വീട്ടിലേക്ക് പോരും. അഡ്മിറ്റ് അല്ല അല്ലെ, ജസ്റ്റ് OPയിൽ കണ്ട് പോരുക ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്, OP
രമാദേവി ഇവിടെ ഇട്ടേണ്ട എസ് മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ കിടക്കുന്നൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നു, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു, എന്നിട്ട് ഡോക്ടർ അവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ചിലപ്പോൾ വല്ല ടെസ്റ്റ് ചെയ്യാൻ പറയുമായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് തിരിച്ച് ഡോക്ടറിനെ വന്ന് കണ്ട് ഡോക്ടർ നമുക്ക് മരുന്ന് തന്ന് അത് പ്രിസ്ക്രൈബ് ചെയ്യും. ഇന്ന കാര്യങ്ങളാന്ന് പറഞ്ഞ് മെഡിസിൻസ് പറഞ്ഞിട്ട് നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്യുന്നത് അല്ലെ. OPD ഔട്ട് പേഷ്യന്റ് ആണ്. OPD സർവീസ് ആർ മെഡിക്കൽ കെയർ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ്, OPD സർവീസസ് ആർ മെഡിക്കൽ കെയർ പ്രൊവൈഡഡ് ഓൺ ആൻ ഔട്ട് പേഷ്യന്റ് ബേസിസ്. എങ്ങനെയാണ് കെയർ കൊടുക്കണേ? ഔട്ട് പേഷ്യന്റ് ബേസിലാണ്. കിടത്തില്ല അവിടെ അല്ലെ. ജസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മളത് ഫാർമസിയിൽ മരുന്ന് മേടിച്ച് പോവുള്ളൂ. OPD എങ്ങനെയാണ്? OPD സർവീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർ മെഡിക്കൽ കെയർ കൊടുക്കുന്നത്? പ്രൊവൈഡഡ് ഓൺ ആൻ ഔട്ട് പേഷ്യന്റ് ബേസ്. ഔട്ട് പേഷ്യന്റ് ബേസിലാണ് കൊടുക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നേ? ഡയഗ്നോസിസ് വരുന്നുണ്ട് അല്ലെ. ദാറ്റ് ഇൻക്ലൂഡ്സ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഓരോന്ന് താഴെ കൊടുത്തിട്ടുണ്ടോ ഡീറ്റെയിൽ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വന്നേന്ന് നോക്കിയാൽ OPDയുടെ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്? എക്സാമിന് ചോദിക്കാം. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. OPDയുടെ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യണ എന്തൊക്കെയാ? ഡയഗ്നോസിസ് ചെയ്യുന്നു, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇനി നമുക്ക് താഴെ ഡീറ്റെയിൽ നോക്കാം. ഡയഗ്നോസിസ്, ഒന്നാമത്തെ ഡയഗ്നോസിസ് ആണ്. എന്താ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ? ഡയഗ്നോസിസ് എന്താ? ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ ഇൽനെസ് ഓർ അതർ പ്രോബ്ലംസ് ബൈ എക്സാമിനേഷൻ ഓഫ് ദ സിംറ്റംസ് അല്ലെ. നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയാ? നമ്മൾ പറയുന്നു ഡോക്ടറിനോട്, ഭയങ്കര തലവേദനയുണ്ട്, തലകറക്കമുണ്ട്, ഭയങ്കര ക്ഷീണമുണ്ട് അല്ലെ. അങ്ങനെയല്ലേ പറയാ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ രോഗനിർണയം. അപ്പോ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന സിംറ്റംസ് പരിശോധിച്ചിട്ട് അല്ലെ, നമ്മുടെ പ്രോബ്ലംസ് എന്താന്ന് നോക്കിയിട്ട് രോഗത്തിന്റെ നേച്ചർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് എന്താ? രോഗനിർണയം നടത്തുന്നു. എങ്ങനെ രോഗം ഡോക്ടർ നിർണയിക്കുന്ന എങ്ങനെയാ? ഡയഗ്നോസിസ് ചെയ്യുന്ന എങ്ങനെയാ? നമ്മുടെ സിംറ്റംസ്, നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് ഡോക്ടർ നോക്കണേ അല്ലേ. ഇപ്പൊ വയറുവേദനയാന്ന് പറയും ഡോക്ടർ, ഈ വയറിന്റെ ഈ സൈഡിൽ ഇരുന്നൊരു ഭയങ്കര വേദന ഇടയ്ക്കിടയ്ക്ക് വരികയാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ എല്ലാം എന്താണ് ഒരു സ്കാനിങ്ങോ എന്തെങ്കിലും പറയും. അത് നമ്മൾ ചെയ്ത് നോക്കും, എന്നിട്ട് റിസൾട്ട് കണ്ട് എന്നിട്ട് അങ്ങനെ പ്രോപ്പറായി പോകും. അപ്പൊ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും അല്ലേ. അങ്ങനെയാണ്. അതായത് എന്താ ചെയ്യുന്നേ? ആ ഇൽനെസ് എന്താണെന്ന്, അതിന്റെ സ്വഭാവം, രോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഡയഗ്നോസിസ്. രോഗനിർണയം നടത്തുന്നു. നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ച് നോക്കിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു? രോഗനിർണയം നടത്തുന്നു. ഡയഗ്നോസിസ് എന്നുള്ളത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ. രോഗനിർണയം മലയാളം. രണ്ടാമത്തെയാണ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷണം നടത്തുന്നു. The action of closely monitoring someone. ഒരാളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന പ്രക്രിയയാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ അവരെ നിരീക്ഷിക്കുകയാണ്. ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ. മോണിറ്ററിങ് എന്ന് വെച്ചാൽ എന്താ? നിരീക്ഷിക്കുക. ആ ഒരു ആക്ഷൻ ആണ് ഒബ്സർവേഷൻ. ഇനി കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസൾട്ടേഷൻ എ മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട് അല്ലെ. എക്സ്പേർട്ടുമായിട്ട്, അതായത് ആ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യുകയാണ് നമ്മൾ. മെഡിക്കൽ ഓഫീസേഴ്സ് ഇൻ ഓർഡർ ടു സീക്ക് അഡ്വൈസ്. എന്നിട്ട് നമ്മൾ അവരുടെ അഡ്വൈസ്, അവരുടെ ഉപദേശം നമ്മൾ തേടുക ചെയ്യുന്നത്. അവരെ കൺസൾട്ട് ചെയ്യുന്നു. കൺസൾട്ടേഷൻ, കൺസൾട്ട് ചെയ്യുന്നു. കൺസൾട്ടേഷൻ ഡോക്ടറിനെ കാണുന്നു അല്ലെ. അതല്ലേ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് കൺസൾട്ടേഷൻ. അടുത്തത് ട്രീറ്റ്മെന്റ്. ഇനി എന്താ? കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ്. മെഡിക്കൽ കെയർ ഗിവൺ ടു പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. രോഗത്തിനോ അല്ലെങ്കിൽ മുറിവിനോ ഒക്കെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കെയർ നമുക്ക് തരും. അതാണ് ട്രീറ്റ്മെന്റ്. നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് തരും. ട്രീറ്റ്മെന്റ് തരും. മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ്. പേഷ്യൻസിന് മെഡിക്കൽ കെയർ കൊടുക്കും. എന്തിനാ? ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. രോഗത്തിനോ
മുറിവ് പറ്റിയിട്ടോ അവര് മെഡിക്കൽ കെയർ തന്നെ നമുക്ക് പരിചരണം നൽകുന്നതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ taken to improve a medical disorder. മെഡിക്കൽ ഡിസോർഡർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ മെഡിക്കൽ ഡിസോർഡർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പൊ നമുക്ക് ഇന്റർവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അധികം വലിയ സർജറി ഒന്നും ചെയ്യാതെ നമുക്ക് ശരീരത്തിനുള്ളിൽ നടത്തുന്ന ചെറിയ ചികിത്സാ രീതി, അത് ഇന്റർവെൻഷൻ എന്ന് പറയും. നിങ്ങൾക്ക് റേഡിയോളജിയിൽ അവിടെ ഒരു 3ാമത്തെ സെക്ഷൻ ആയിട്ട് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇന്റർവെൻഷൻ എന്താണ്? ആക്ഷൻ ടു ടേക്കൺ ടു ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആക്ഷൻ. ഇനി അടുത്തതാണ് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. റീഹാബിലിറ്റേഷൻ the action of restoring someone to health or normal life through training and therapy after illness. രോഗത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും പരിശീലനങ്ങളോ തെറാപ്പിക്ക് ഫിസിയോതെറാപ്പി ഒക്കെ പറയില്ല, ചിലപ്പോൾ വല്ല സർജറി ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഡോക്ടർ പറയും ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ പറയില്ല. എന്നിട്ട് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ഹെൽത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. റീസ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ തിരികെ കൊണ്ടുവരുന്ന പ്രവൃത്തി. നമ്മുടെ ആ പഴയ രോഗത്തിന് ശേഷം, അതായത് ആ രോഗം വന്നു, നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു, അതിനുശേഷം ഇങ്ങനെയുള്ള ട്രെയിനിങ് തെറാപ്പിയിലൂടെ നമ്മുടെ നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിക്കേണ്ട ആവശ്യമില്ല എന്നല്ല കുട്ടികൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും തമ്പിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. എല്ലാം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളാണല്ലോ എല്ലാവരും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെ? ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സിമ്പിൾ ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി എന്തൊക്കെയാണ് ഒരു OPDയുടെ അണ്ടർലൈൻ ചെയ്യാനായിട്ട്? ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു അവിടെ. പിന്നെ ഞാൻ പറഞ്ഞത് OPDയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. എന്താണ് ഡയഗ്നോസിസ്, എന്താണ് ഒബ്സർവേഷൻ, എന്താണ് കൺസൾട്ടേഷൻ, എന്താണെന്ന് ജസ്റ്റ് ഒരു സെന്റൻസ് അവിടെ കൊടുത്തേക്കുന്നു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാലോ, വായിച്ചപ്പോ നമുക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. ഇനി അതിന് പ്രത്യേകിച്ച് ഒരു അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഒബ്ജക്റ്റീവ് ആണ്. എന്തൊക്കെയാണ് ഒരു OPDയുടെ? ഇനി ഞാൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയില്ല കേട്ടോ, OPD പറയുള്ളൂ. OPDയുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാ OPD ചെയ്യുന്നത്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ എന്ത് ചെയ്യുന്നു? എങ്ങനെയുള്ള കെയറാ? ക്വാളിറ്റി, ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്നു. അതാണ് OPDയുടെ നൽകുക. അതാണ് ഒരു ലക്ഷ്യം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യങ്ങൾ. ഒരു OPDയുടെ ലക്ഷ്യം എന്താ? നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റി ഓഫ് കെയർ, നമ്മൾ കൊടുക്കുന്ന പരിചരണം അതിന്റെ ഗുണനിലവാരമുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യുക. മോഡേൺ ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. പിന്നെ എന്താ? ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ, ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകള്, മോഡേൺ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യുക, അത് കൊണ്ടുവരിക. മോഡേൺ ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ സ്കാനിങ്, MRI സ്കാനിങ്, LCT, അങ്ങനെയൊക്കെ ഉള്ള ഓരോ ടെക്നിക്കുകള് പുതിയ. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ അല്ലെ? ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഫെസിലിറ്റികളാണോ ഇപ്പൊ ഉള്ളത്? ആണോ? ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ കാലത്ത്, അച്ഛന്റെ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളാണോ? അല്ല. OPDയിൽ എന്താ? പുതിയ ടെക്നിക്കുകള്, ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നിക്കുകള്, അത് ലക്ഷ്യമാണ്, അത് കൊണ്ടുവരിക. ഒത്തിരി മാറ്റം ഉണ്ടല്ലേ? ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്, നമുക്കറിയാം. Then facilities for total patient satisfaction. പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികള് അത് കൊണ്ടുവരിക.
അത് വേണം, അതും അവരുടെ ലക്ഷ്യമാണ്. ഗുഡ് പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ, PR പബ്ലിക് റിലേഷൻ കൊണ്ടുവരിക അല്ലെ. പബ്ലിക്കുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ PRO എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കണ്ടിട്ടില്ലേ, പബ്ലിക് റിലേഷൻ ഓഫീസർ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പോയി ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമുക്ക് പബ്ലിക് റിലേഷൻ, നല്ലൊരു പബ്ലിക് റിലേഷൻ, അത് 4ആണ് ഒബ്ജക്റ്റീവ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. OPDയുടെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. നല്ല കെയർ, ക്വാളിറ്റി കെയർ കൊടുക്കുക, ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരിക. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ അവിടെ. പിന്നെ ടോട്ടൽ പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതുപോലെ നല്ല പബ്ലിക് റിലേഷൻ. ഓക്കെ, സിമ്പിൾ ആണ്, 4 പോയിന്റ്സ് ഉള്ളൂ. ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഒരു OPDയുടെ സ്കോപ്പ് എന്താ? ദ സ്കോപ്പ് ഓഫ് OPD, അതായത് ഒരു OPDയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സ്കോപ്പ് എന്താണ്? അതായത് OPDയുടെ പരിധിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു OPD എന്ന് പറയുമ്പോൾ അതിനകത്ത് വന്നേന്ന് നോക്കി, അതിന്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാ? കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസുകൾ. കൺസൾട്ടേഷൻ വരും, എന്തെങ്കിലും പരിശോധനകൾ, കാര്യങ്ങൾ അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾ, ലാബോ അതുപോലെ തന്നെ സ്കാനിങ്, അങ്ങനെയുള്ളതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ പല പ്രൊസീജിയറുകൾ, ചികിത്സാ രീതികളുണ്ട്, പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. എൻഡോസ്കോപ്പി, ഇങ്ങനെയൊക്കെയുള്ള പല പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ. പിന്നെ സ്പെഷ്യാലിറ്റി സർവീസസ്, വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ, ഇതെല്ലാം OPDയിൽ ഇൻക്ലൂഡ് ചെയ്യണം. OPDയുടെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്, വിദഗ്ധമായിട്ടുള്ള ചികിത്സകളൊക്കെ. ഇനി രണ്ടാമത് നോക്കി, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെന്റീവ് പ്രതിരോധിക്കുന്ന, പ്രൊമോട്ടീവ് പ്രോത്സാഹിപ്പിക്കുന്ന, ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുന്ന, അത് തടയുന്ന കാര്യങ്ങൾ, ക്ലിനിക്കുകൾ. വിച്ച് ഇൻക്ലൂഡ് ഡയബറ്റിക്, ആന്റിനെറ്റൽ, അങ്ങനെയുള്ള ക്ലിനിക്കുകൾ, ഡയബറ്റിക് ആന്റിനെറ്റൽ ക്ലിനിക്കുകൾ, കാര്യങ്ങള്. ഡയബറ്റിക്സ് പ്രമേഹ രോഗികൾ അല്ലെ, അവർക്കിടെ ചികിത്സ, അങ്ങനെയുള്ള ക്ലിനിക്ക്. ആന്റിനെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആന്റിനെറ്റൽ പ്രസവത്തിന് മുന്നുള്ളത് അല്ലെ, പ്രസവത്തിന് മുന്നുള്ള കെയർ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കുകൾ. ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ, പ്രിവെന്റീവ് പ്രതിരോധിക്കുന്ന, അങ്ങനെയുള്ള ക്ലിനിക്കാണ് ഉദ്ദേശിച്ചത്. ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ് ഡയബറ്റിക്, ആന്റിനെറ്റൽ, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. പ്രസവത്തിന് മുമ്പുള്ള എന്നുള്ളതാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, റീഹാബിലിറ്റേഷൻ സർവീസസ്. റീഹാബിലിറ്റേഷൻ നമ്മുടെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന സേവനങ്ങളാണ്. ഏതാ? ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി. ഇപ്പൊ നമ്മൾ അവിടുത്തെ എംപ്ലോയീസിനെയൊക്കെ ആണെങ്കിലും ഒക്കെ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് മൂലമൊക്കെ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഒക്കെ നമുക്ക് എന്താണ് അവർക്കുടെ ആ ജോലിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനോ മെച്ചപ്പെടുത്താനോ ഒക്കെ കഴിയുന്ന, സാധ്യമാക്കുന്ന ആരോഗ്യ സംരക്ഷണ തൊഴിലാണ് ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഇതിലേക്ക് അവരെ മടക്കി കൊണ്ടുവരിക, ആ ജോലിയിലേക്ക് തന്നെ അവരെ മടക്കി കൊണ്ടുവരിക, അത് ആ ജോലി ചെയ്യാൻ പ്രാപ്തനാക്കുന്ന രീതിയിലുള്ളത്. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഇങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ സർവീസുകൾ. അടുത്തതാണ് OPDയുടെ പരിധിയിൽ വരുന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പൊ അത്രയാണ് OPDയുടെ പരിധിയിൽ വരുന്നത്. ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. 4 പോയിന്റ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസുകൾ വരുന്നുണ്ട്. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറുകൾ ഉണ്ട്. റീഹാബിലിറ്റേഷൻ സർവീസ് ഉണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ സർവീസ് ഉണ്ട്. ഇനി എവിടെയാണ് ഒരു OPDയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ പോയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ OPD എവിടെയാ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും? ഏത് ഫ്ലോറിൽ? ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണോ? എവിടെയായിരിക്കും? ഗ്രൗണ്ടിൽ അല്ലെ?
ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. എന്നിട്ടാണ് ഓരോ സെക്ഷനിലേക്ക് നമ്മൾ പോണത്. അപ്പൊ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കറിയാം OPDയുടെ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? OPD is located on dash floor. ഏത് ഫ്ലോറിലാ? ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്തേ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പിന്നെ ഷുഡ് ഷെയർഡ് വിത്ത്. അപ്പൊ ഈ OPD ഏതെല്ലാം സെക്ഷനുകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? IPD, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റികള്, ഇങ്ങനെയുള്ളതെല്ലാമായിട്ട് OPD ഷെയർ ചെയ്യുന്നുണ്ട്. OPDന്ന് ഇങ്ങോട്ടേക്കൊക്കെ പോകാൻ പാടില്ലേ നമുക്ക്? അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ നേരെ ചെല്ലും, റിസപ്ഷൻ ആ ഏരിയ ഉണ്ട്, അതായത് OPDയിലേക്ക് നമ്മൾ ചെല്ലുക. അപ്പൊ അവിടെ ഈ ഒരു എന്താ IPDയിലെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റിയും ഒക്കെ ആയിട്ട് OPD അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. യൂണിക് ഡയറക്ഷണൽ ഫ്ലോ. ഇനി എങ്ങനെയായിരിക്കും OPDയിലേക്കുള്ള ഫ്ലോ എന്ന് പറയുന്നത്? യൂണിക് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒറ്റ ഡയറക്ഷനിലേക്കുള്ളൂ. ഒറ്റ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒറ്റ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ ചെന്ന് എന്താ ചെയ്യാ? രജിസ്റ്റർ ചെയ്യും. രജിസ്ട്രേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഡോക്ടറിനെ കാണും, കൺസൾട്ട് ചെയ്യും, വെയിറ്റ് ചെയ്യും ഡോക്ടറിനെ, കൺസൾട്ടേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡോക്ടർ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരും, അല്ലെ? എന്നിട്ട് ആ മെഡിസിൻ നമ്മൾ വാങ്ങാൻ എവിടെ പോകും? ഫാർമസിയിൽ പോകും, അല്ലെ? അപ്പൊ എന്നിട്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫാർമസിയിലേക്ക്. ഫാർമസിന്ന് മരുന്ന് മേടിച്ച് അങ്ങോട്ട് പോകുമ്പോ നമ്മള് OPDയിലാവുമ്പോ ഫാർമസിന്ന് മരുന്ന് മേടിച്ച് അങ്ങോട്ട് പോണേ? ഇങ്ങോട്ടാ പോവാ നമ്മള് എന്ന് പറഞ്ഞേ? രജിസ്ട്രേഷൻ ഹോമിലേക്ക്, വീട്ടിലേക്ക്, അല്ലെ? അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ നമ്മൾ തിരിച്ചു വന്നില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചു വരുന്നില്ല അങ്ങോട്ട്, അല്ലെ? അതാണ് യൂണിക് ഡയറക്ഷണൽ ഫ്ലോ. ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഡോക്ടറെ കാണുന്നു, ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്ട്രേഷൻ, എന്നിട്ട് കൺസൾട്ടേഷൻ, എന്നിട്ട് ഫാർമസി, പിന്നെ അവിടെ പോകും. ആ ഒരു രീതിയിലാണ് ആ പോക്ക്, അല്ലെ? അതാണ് യൂണിക് ഡയറക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒന്നോടെ വന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണുമെന്നുള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയാ, വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ. അത് യൂണിക് ഡയറക്ഷൻ മനസ്സിലായോ? രജിസ്ട്രേഷൻ, കൺസൾട്ടേഷൻ, ഫാർമസി, കണ്ടോ? അതാണ് ആ ഒറ്റ ഡയറക്ഷൻ. അങ്ങനെ മാത്രമേ ആ ഫ്ലോ ഉള്ളൂ. പിന്നെ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ പിന്നീട് ഈ OPD എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ കുറച്ചുകൂടി വലുതാക്കാൻ പോവാ, അപ്പൊ അങ്ങനെ ഒരു OPD ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആ ഒരു സ്കോപ്പ് വേണം, അതിനുള്ള ഇതും കൂടി വേണം. ഫ്യൂച്ചറിൽ നമുക്ക് OPD വലുതാക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം കൂടി നമ്മൾ കണക്കിലാക്കണം, ലഭ്യമാക്കണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് OPDയിലെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഏതൊക്കെയാണൊക്കെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, IPD, ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റിയും ഒക്കെ ആയിട്ട് OPD ഷെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്. ഇനി പിന്നീട് ഫ്യൂച്ചറിൽ OPD എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് വേണം. അതും കൂടി നമ്മൾ നോക്കണം. ക്ലിയർ ആണോ ലൊക്കേഷൻ? അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാൻ വേണമെങ്കിലേ OPDയുടെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ 4 കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാലും, യൂണിക് ഡയറക്ഷണൽ ഫ്ലോ ആണെന്നുള്ളതും ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുള്ളതും അത് രണ്ടും പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും യൂണിക് ഡയറക്ഷണൽ ഫ്ലോ. ഇനി ഏരിയാസ് ഓഫ് OPD. ഒരു OPDയുടെ ഏരിയകള്, ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് ഏരിയ ഉണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. 3 ഏരിയ നോക്കി വെച്ചേ. ഏതൊക്കെയാണ്? പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. 3 ഏരിയ ഏതൊക്കെയാ? OPDയുടെ കീഴിൽ വരുന്ന ഏരിയ പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഇനി നിങ്ങൾ അവിടെ ഒന്ന് നോക്കണം, പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് ഏത്? ആ ടേബിൾ പഠിച്ചാൽ മതി കേട്ടോ. പേഷ്യന്റ് ഏരിയയില് ബൈ ഹാർട്ട് ചെയ്യണ്ട, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇത് പേഷ്യന്റ് ഏരിയയിൽ വന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നത്, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്. നോക്കിയേ, പേഷ്യന്റ് ഏരിയയിൽ വരുന്ന എന്തൊക്കെയാ? എൻട്രൻസ്. നമ്മൾ കയറി ചെല്ലൂലേ? എൻട്രൻസ്.
പിന്നെ ഏതാണ് റിസപ്ഷൻ, then registration, record room, waiting area, നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ലേ വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, പിന്നെ അടുത്ത ATM മെഷീൻ. ജസ്റ്റ് പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അവിടെ ഒരുപാട് വാരി വരച്ചൊന്നും പഠിക്കണ്ട. അവിടെ പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്സ് ബാർ, ATM മെഷീൻ, ഇതെല്ലാം പേഷ്യന്റ് ഏരിയയിൽ വരുന്ന. ഇനി അവർക്കിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ, ഭരണപരമായിട്ടുള്ള ഏരിയയിൽ വരുന്നതാണ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണോ മിസ്സേന്ന് ഇവിടെ ചിഞ്ചുകുട്ടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേരെ. പേഷ്യന്റ് ഏരിയയിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് വായിച്ചാൽ മതി. ഇനി അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഭരണപരമായിട്ട് അവർക്കിടെ ഏരിയയിൽ വരുന്ന ഏതാ? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, PR ഓഫീസ്, PRO, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ടുകള്, ബില്ലിംഗ് സെക്ഷൻ, സെക്യൂരിറ്റി, അതുപോലെ ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം, ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരിക. ഇനി ക്ലിനിക്കൽ ഏരിയ, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയ ഏതൊക്കെയാ? കൺസൾട്ടേഷൻ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യൂലേ, കൺസൾട്ടേഷൻ ഏരിയ ഉണ്ട്, എക്സാമിനേഷൻ റൂം ഉണ്ട്, ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ബ്ലഡ് ബാങ്ക് ഉണ്ട്, റേഡിയോളജി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്ക്, റേഡിയോളജി ഒക്കെ ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അവിടെ. ഓക്കെ, അപ്പോ അതൊക്കെ ഏതിൽ വരുന്ന? ക്ലിനിക്കൽ ഏരിയയില്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കിയേ, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുണ്ടോ? ചികിത്സാ സംബന്ധമാണ്. കൺസൾട്ടേഷൻ, ഡോക്ടറിനെ കാണുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട, ഡോക്ടർ എക്സാമിൻ ചെയ്യുന്ന എക്സാമിനേഷൻ റൂം, അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഡ്രസ്സിംഗ് റൂം, അല്ലെ, ഡ്രസ് ചെയ്യും, നമുക്ക് കയ്യോ കാലൊക്കെ മുറിഞ്ഞ ഒരു ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടായിട്ടല്ലേ സിസ്റ്റർ ഡ്രസ് ചെയ്ത് തന്നെ, അല്ലെ. ഫിസിയോതെറാപ്പി, പിന്നെ ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. അപ്പൊ അത്രയും ക്ലിനിക്കൽ ഏരിയയിൽ തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, രണ്ടെണ്ണം അങ്ങ് പഠിച്ചു വെച്ചോ, എളുപ്പമുള്ളത്. ഒന്നില് പേഷ്യന്റ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ പഠിച്ചു വെച്ചോ, മൂന്നാമത്തെ പഠിക്കണ്ട. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് വെച്ചാൽ വേറെ എഴുതാലോ. ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. മൂന്നാമത്തെ നമുക്ക് അപ്പൊ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിനിക്കൽ ഏരിയയിൽ വന്നത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലിനിക്കൽ ഏരിയ, പേഷ്യന്റ് ഏരിയയും അല്ല ക്ലിനിക്കൽ ഏരിയ പഠിച്ചു വെച്ചാൽ മതിയില്ലേ, ക്ലിനിക്കൽ ഏരിയയിൽ വന്നതാണെന്ന് നോക്കാം. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ നമ്മൾ പഠിച്ചില്ല എന്ന് വെക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വന്നത് ഏതാന്ന് വെച്ചാൽ ക്ലിനിക്കൽ ഏരിയയും പേഷ്യന്റ് ഏരിയ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരെയല്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഒരു ഐഡിയയിലും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എളുപ്പമുള്ളത് നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചു വെച്ചു, പിന്നെ ഒരെണ്ണം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ. ഇനി അടുത്തതാണ് ഫ്ലോ ചാർട്ട് ആണ്. ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈൻസ് ഇൻ OPD. OPDയിലേക്ക് വരുന്ന പേഷ്യന്റില്ലേ, അവർക്കിടെ ആ ഒരു ഫ്ലോ പാറ്റേൺ എങ്ങനെയാ അവര് പോണത്, എങ്ങനെയാണ് OPDയിലേക്ക് പോണ പേഷ്യൻസ്, അവർക്കിടെ ഫ്ലോ എങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എൻക്വയറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അല്ലെ. നമ്മൾ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് ചോദിച്ചറിയും നമ്മൾ. ആദ്യം എൻക്വയറി ആണ്. അപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവർക്കുടെ ആ OPDയിലേക്കുള്ള ഫ്ലോ പാറ്റേൺ ആട്ടോ ഈ പറയുന്നത്. OPDയിൽ ഫ്ലോ പാറ്റേൺ ആണ്. ആദ്യം അവിടെ ചെന്ന് നമ്മൾ എൻക്വയറി ചെല്ലും. അവിടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ, നമ്മൾ പുതിയതായിട്ടാണോ ഹോസ്പിറ്റലിലേക്ക് പോണേന്ന് വിചാരിക്കുക. ഒരു പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അറിയില്ല, നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാണ് ഇന്ന ഹോസ്പിറ്റൽ നല്ലതാ, അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ എവിടെയാണ്, ഏത് ഡോക്ടറാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അവിടെ എൻക്വയറി ചെയ്ത് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ കഴിഞ്ഞ് എങ്ങോട്ട് പോകും? നമ്മുടെ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യണം അല്ലെ. നമ്മുടെ പേര് ഇതൊക്കെ പറഞ്ഞ ഡേറ്റാസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്പർ തരുമല്ലോ അവിടെ, ചീട്ട് എടുക്കണം. നമ്മള് രജിസ്ട്രേഷനിൽ ചെല്ലും. അപ്പൊ അന്വേഷിച്ച് ആദ്യം ചോദിച്ചു മനസ്സിലാക്കി രജിസ്ട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ പോയിരുന്ന് നമ്മള് വെയിറ്റ് ചെയ്യണം. അപ്പൊ തന്നെ ഡോക്ടറിനെ കാണാൻ പറ്റുമോ? അപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അച്ചാച്ചനൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ വേഗം കാണാം അല്ലെ. ഇതിപ്പോ അങ്ങനെ നമുക്ക് പറ്റൂല, നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ ഡോക്ടറിനെ കാണണമെങ്കിൽ അല്ലെ. നമ്മുടെ അച്ഛനാണെങ്കിൽ നമുക്ക് ഓടിച്ചാടി വേഗം പോയി റൂമിൽ കയറാം. ഇതിപ്പോ അതൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ നോർമൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് എന്ത് ചെയ്യണം? ആദ്യം പോയി അന്വേഷിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ പോയി രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ പോയി സ്വാഭാവികമായിട്ടും വെയിറ്റിംഗ് ഹാൾ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്യണം.
വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? പിന്നെ ഡോക്ടറിനെ കാണാൻ പോകും അല്ലെ? നമ്മുടെ നമ്പർ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് പോകും. ഇനി കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യണം. കുട്ടി ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്തു നമ്മള്. എന്നിട്ട് നമ്മുടെ സമയം എത്തിയപ്പോ നമ്മുടെ നമ്പർ സിസ്റ്റർ വിളിച്ചപ്പോ നമ്മൾ നേരെ കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടറുടെ അടുത്തേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് എന്താണ് ഡോക്ടർ പറയാണ്, എനിക്ക് ഭയങ്കര യൂറിൻ പോകുമ്പോ ഭയങ്കര ചൊറിച്ചിലും ബുദ്ധിമുട്ടാന്ന് പറയുമ്പോ ഡോക്ടർ അപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്ത് തരൂല്ലേ? ലാബിലേക്ക് എഴുതി തരൂല്ലേ? യൂറിൻ ടെസ്റ്റ് ചെയ്യാ എന്ന് പറഞ്ഞൊരു തരും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസിലേക്ക്, അതായത് ലബോറട്ടറീസ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകേണ്ട വരാം. ഡോക്ടർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി, എന്നിട്ട് നമ്മൾക്ക് എന്താണ് അതൊക്കെ ചെയ്ത് ഡോക്ടറിനെ നമ്മൾ കണ്ട് പിന്നെ നമ്മൾ എവിടെ വരും? മരുന്ന് മേടിക്കാൻ ഫാർമസിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് മരുന്ന് മേടിച്ച് അങ്ങോട്ട് പോകും, വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് തന്നെ പോവില്ലേ അല്ലെ? പ്രത്യേകിച്ച് ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഫ്രണ്ടിന്റെ ഒക്കെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടൊക്കെ പോയാൽ മതി. ഇത് നേരെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. നമ്മൾ എക്സിറ്റ്, പുറത്തേക്ക്, അതായത് നമ്മൾ വീട്ടിലേക്ക് പോകും. അതാണ് നോർമലി ഒരു OPD-യിലുള്ള പേഷ്യൻസിന്റെ ഫ്ലോ പാറ്റേൺ. മനസ്സിലൂടെ ഒന്ന് കടന്നുപോയേ എല്ലാവരും. നമ്മൾ എൻക്വയറി ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്തു, വെയിറ്റിംഗ് ഹാളിൽ പോയിരുന്നു, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ഇനി എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് ഫാർമസിയിൽ വരുന്നു, മരുന്ന് മേടിച്ച് എക്സിറ്റ്. എല്ലാവർക്കും കിട്ടിയോന്നൊക്കെ ഓക്കെ? മനസ്സിലോർത്തെടുക്കാൻ പറ്റില്ലേ നമുക്ക്? അപ്പൊ ആ ഫ്ലോ പാറ്റേൺ മറക്കരുത്. അത് ഏതെങ്കിലും ഒരു വിട്ട് തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അവിടെ എൻക്വയറി കഴിഞ്ഞൊരു ഡാഷ്, അവിടെ ഒരു ഡാഷ് തന്നിട്ട് വെയിറ്റിംഗ് ഹാളാണ്, അവിടെ ഫില്ലായത് ഏതാ, വിട്ടുപോയത് ഏതാന്ന് ചോദിക്കാം. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് അവിടെ ഏതെങ്കിലും ഇത് ചെയ്യാനായിട്ട് ചോദിക്കാം. അപ്പൊ അതൊന്ന് ഓർഡർ ഒന്ന് നോക്കി വെച്ചു അവിടെ. ഇനി അടുത്തത് എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ്. ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഡയഗ്നോസ്റ്റിന് വേണ്ടിയിട്ട്, രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, മോണിറ്ററിങ്, നമ്മൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി, രോഗം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ. അപ്പൊ എക്യുപ്മെന്റ്സിനെ നമുക്ക് 4 ആക്കി തിരിക്കാം. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ് ഉണ്ട്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ഉണ്ട്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ഇതും നമുക്കൊരു ടേബിൾ ആക്കി തന്നേക്കണം. ഇതുള്ളൂ കേട്ടോ. ഇനി ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമുള്ള സംഭവങ്ങളാട്ടോ. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഈ 2 ടേബിൾ മാത്രമാണ് ടേബിൾ ആക്കി കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിൽ വരുന്ന ഏതാണെന്നാണ് നമ്മൾ നോക്കണേ കേട്ടോ. ഒന്നാമത്തെയാണ് BP അപ്പാരറ്റ്. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗം നിർണയിക്കാൻ. എന്ത് രോഗാന്ന് അറിയണ്ടേ അല്ലെ? നമ്മൾ തലകറങ്ങി, അയ്യോ രാവിലെ എനിക്ക് തലകറക്കം, ഡോക്ടറിന്റെ അടുത്ത് ചെന്നോ, ഡോക്ടർ ചുമ്മാ നോക്കിട്ട് പറയോ പ്രഷർ കുറഞ്ഞോ ഏതാട്ടോ എന്ന് പറയോ? ഇല്ല. രോഗം നിർണ്ണയിക്കുന്നത് എന്തുകൊണ്ടാ? BP അപ്പാരറ്റസ്. അപ്പൊ BP അപ്പാരറ്റസ് എന്താ? ബ്ലഡ് പ്രഷർ അളക്കാൻ, BP നോക്കാൻ അല്ലെ? അതൊരു ഡയഗ്നോസ്റ്റിക്. രോഗം BP ഉണ്ടോന്ന് അറിയണ്ടേ? BP കൂടിയതാണോ കുറഞ്ഞതാണോ അറിയാം. ബ്ലഡ് പ്രഷർ, BP. അപ്പൊ BP നോക്കാനുള്ള എക്യുപ്മെന്റ്സ്, അത് ഡയഗ്നോസ്, രോഗം നിർണ്ണയിക്കാനാണ്. എന്നിട്ട് വേണം BP ഉണ്ടോ, BP കുറവാണോ കൂടുതലാണോ എന്നൊക്കെ പറയാൻ. അടുത്ത നോക്കിയേ, എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് എന്തിനു വേണ്ടിയാ? എൻഡോസ്കോപ്പി ചെയ്യാൻ. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എൻഡോസ്കോപ്പി? എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും? യെസ്, എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്മയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഇതാണ്ടോ ഉണ്ടാക്കണം. കുട്ടിയുടെ പേരെന്താണാവോ? അനു ജയ് മോൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ടീം HMH ഒഫീഷ്യലോ എന്തെങ്കിലും ആവട്ടെ. എന്തായാലും 1-2 പേർക്കൊക്കെ എൻഡോസ്കോപ്പി ചെയ്തേണ്ട. എന്താ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളു പരിശോധിക്കുന്നതാണ് അല്ലെ? ഡൈജസ്റ്റീവ് ട്രാക്ട് പോലുള്ള ശരീരത്തിന്റെ ഉൾഭാഗം പരിശോധിക്കാനുള്ള ഒരു രോഗനിർണയം നടത്താനാ. അപ്പൊ നമ്മൾ വയറുവേദനയാന്ന് പറയും അല്ലെ? എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പൊ ഡോക്ടർ പറയും ഒരു കാര്യം ചെയ്തോ, നമുക്കൊന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നേ? എന്താ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് അവിടെ ഉപയോഗിക്കണേ അല്ലെ? എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റ് ഒരു ലൈറ്റും ഉണ്ടാവും, ഒരു ക്യാമറ ഉണ്ടാവും. ആ സാധനം നമുക്ക് എന്താണ്? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ്, അത് നമ്മുടെ വയറിന്റെ അകത്തേക്ക് ഇടുക അല്ലെ?
എന്നിട്ട് നമുക്ക് അപ്പൊ അതിനകത്ത് നമുക്ക് ആ ട്യൂബ് സ്ക്രീനിൽ കാണാൻ പറ്റും ഡോക്ടറിന്. കട്ട് ചെയ്തൊന്നും നോക്കണ്ട, വയറ് കീറൊന്നും വേണ്ട. ആ എൻഡോസ്കോപ്പ് ഉള്ളിലേക്ക് ഇടുന്നു, എന്നിട്ട് അത് പോണ വഴി ഓരോ സിസ്റ്റങ്ങളും അല്ലെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഡോക്ടർ എന്താണെന്ന് രോഗം നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ്. അത് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ എൻഡോസ്കോപ്പ്. ഇനി അടുത്തതാണ് പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എക്സ്റേ എന്താ? എക്സ്റേ പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് നീക്കാൻ പറ്റുന്നത്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളതാട്ടോ പോർട്ടബിൾ. എക്സ്റേ പറയുന്നുണ്ട്. അതുപോലെ പോർട്ടബിൾ USG. USG എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സോണോഗ്രഫി ആട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി. അതായത് നമ്മൾ അതും റേഡിയോളജിയിൽ പഠിക്കുന്നുണ്ട്. സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ ശരീരത്തിലുള്ള ഘടനകൾ കാണിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതാണ് ചെയ്യുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ കുഞ്ഞാവിനെ കാണണ്ടേ, ഇത് വേറെ എന്താണ്? അത് സൗണ്ട് വേവ്സ് കൊണ്ടാ, റേഡിയേഷൻസ് ഒന്നും ഇല്ല, കുട്ടിക്ക് വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ, പോർട്ടബിൾ USG അൾട്രാസൗണ്ട് സോണോഗ്രഫി ഇതാണ് കേട്ടോ USG എന്ന് പറയുന്നത്. പോർട്ടബിൾ അൾട്രാസൗണ്ട് സോണോഗ്രഫി സ്കാനിങ് ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു വയറ്റിന്റെ അവിടെ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനം ഇങ്ങനെ ഓടിച്ചിട്ട് അല്ലെ, അന്നേരം അവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റൂല്ലേ, കുട്ടീനെ കാണാം, എംബ്രിയോനെ കാണാൻ പറ്റൂല. ഓക്കെ, വേറെ സേഫ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആവുന്ന അറിയുമ്പോഴത്തേ 2 മാസം ആവുമ്പത്തെ സ്കാനിങ്, 5 മാസം ആവുമ്പത്തെ സ്കാനിങ്, 7 മാസം ആവുമ്പോ സ്കാനിങ്, 9 മാസം ആവുമ്പോ സ്കാനിങ് അല്ലെ. അപ്പൊ അതൊക്കെ ഏതാണ് അവിടെ ചെയ്യുന്നത്? അവിടെ വേറുള്ളതൊക്കെ ചെയ്യുമ്പോൾ CT MRI ഇതൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻസ് ആണ്. എന്നാൽ ഇവിടെ USG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ആണ്. ഏറ്റവും സേഫസ്റ്റ് ഇമേജിംഗ് ടെക്നോളജി ആണ് കേട്ടോ. റേഡിയോളജിയിൽ നമ്മൾ പറയുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ആണ് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ഇതാ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട് സോണോഗ്രഫി. ഓക്കെ, അൾട്രാസൗണ്ട് സോണോഗ്രഫി ആണ്. SONOGRAPHY സോണോഗ്രഫി. ഇനി അടുത്തതാണ് എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ? എക്കോ കാർഡിയോഗ്രാം. ECHO എക്കോ കാർഡിയോഗ്രാം. നമ്മൾ ഹൃദയത്തിന്റെ ഘടനയും ഹൃദയത്തിന്റെ പ്രവർത്തനവും ഒക്കെ പരിശോധിക്കുന്ന സേഫസ്റ്റ് ആയിട്ടുള്ള രോഗനിർണയമാണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. എക്കോ എടുത്തിട്ടുണ്ടാവോ? എക്കോ കാർഡിയോഗ്രാം എന്നാണ് കേട്ടോ. എക്കോ ECHO എക്കോ കാർഡിയോഗ്രാം. ഫിസിക്കൽ സ്ട്രക്ചർ, വാൽവ്സ് ആൻഡ് ബ്ലഡ് ഫ്ലോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ കേട്ടോ അൾട്രാസൗണ്ട് ഇമേജിംഗ് ടെസ്റ്റ് ആണത്. ഇല്ല, എക്കോ എടുത്തിട്ടില്ല. എക്കോ ഈസ് ആൻ അൾട്രാസൗണ്ട് ഇമേജിംഗ് ടെസ്റ്റ് ദാറ്റ് ഷോസ് ദ ഫിസിക്കൽ സ്ട്രക്ചർ, വാൽവ് ആൻഡ് ബ്ലഡ് ഫ്ലോസ് ഒക്കെ കേട്ടോ. നമ്മുടെ ഉയർന്ന ശബ്ദതരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അൾട്രാസൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും ഒക്കെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിനുള്ള എക്യുപ്മെന്റ് ആണ് എക്കോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഡയഗ്നോസ്റ്റിക്കിൽ വന്നതാ. ഒന്ന് നോക്കി ഏതൊക്കെയാ? BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ ECHO ഇതൊക്കെ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് കേട്ടോ. ഇനി തെറാപ്യൂട്ടിക് ചികിത്സാ സംബന്ധമായിട്ടുള്ളത് ഒന്നാമത്തെ നെബുലൈസർ. നെബുലൈസർ എന്താ? ആവി പിടിക്കാനായിട്ട് നെബുലൈസ് ചെയ്യാറില്ലേ? ശ്വാസം മുട്ട് ഇതൊക്കെ വരുമ്പോ നെബുലൈസ് ചെയ്യും നമുക്ക് അല്ലെ. അത് തെറാപ്യൂട്ടിക് ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. മറ്റേത് ഏതാണ്? രോഗം നിർണ്ണയിക്കാൻ, എന്ത് രോഗാന്ന് കണ്ടുപിടിക്കാനുള്ള എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. രോഗം കണ്ടുപിടിക്കുന്നതാണ് ഇതൊക്കെ. BP അപ്പാരറ്റസ്, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ എന്ന് പറയുന്നത്. ഇനി തെറാപ്യൂട്ടിക് ചികിത്സയാണ്.
ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ് ആണ് നെബുലൈസർ. നെബുലൈസർ എല്ലാവർക്കും അറിയാം അല്ലെ. അടുത്തതാണ് ലാറിൻഗോസ്കോപ്പ്. ലാറിൻഗോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? ലാറിൻഗോസ്കോപ്പ് LARYNGOSCOPE is a medical instrument used to view the vocal cord and larynx. നമ്മുടെ ശ്വസനനാളല്ലേ, വോയിസ് ബോക്സ്, ശ്വസനനാളം, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നിങ്ങള് ഇതുണ്ടല്ലോ, മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാണ്ട്, 10-40ഓളം എക്യുപ്മെന്റ്സുകൾ പഠിക്കാണ്ട്. അപ്പൊ അവിടെ ഇതൊക്കെ പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതാണ്? ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. ലാറിൻഗോസ്കോപ്പ്, നെബുലൈസർ, ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് എന്താ? ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രോങ്കസ് അല്ലെ, ലങ്സ്, ഇതൊക്കെ നമ്മൾ നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന, ശ്വാസകോശം, ശ്വാസനാള എന്നിവയൊക്കെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന. ഇതുപോലെ തന്നെ അതിന്റെ അറ്റത്തെ ലൈറ്റും ക്യാമറയൊക്കെ ഉള്ള ഒരു ഇതാണ്, ആ ഒരു ട്യൂബാണ് നമുക്ക് ലങ്സ് ഒക്കെ നോക്കാൻ. അപ്പൊ ലാറിൻഗോസ്കോപ്പ് എന്നൊക്കെ വെച്ചാൽ എന്താണ്? ശ്വസനനാളം, വോയിസ് ബോക്സ്, ലാരിങ്സ്, വോക്കൽ കോഡ്സ് ഇതൊക്കെ വ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. അത് 3 തെറാപ്യൂട്ടിക്കിൽ തന്നെയാണ്. നെബുലൈസർ, ലാറിൻഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ആ ഒരു 2 ടേബിളും ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.